മനസ്സമാധാനം വേണോ, സ്വസ്ഥത വേണോ, മനസ്സിന് ഐശ്വര്യം വേണോ, എന്തുണ്ടായാ മതി? വർള ബിമാ ഖസമല്ലാഹു ലക, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാ മതി. അള്ള വിധിച്ചത് നമുക്ക് കിട്ടുന്നുള്ളത് 100% സത്യ. അള്ള വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടിയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഏത് കോട്ട കൊത്തളങ്ങൾക്കുള്ളിലാണെങ്കിലും അള്ള നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും. പക്ഷെ നിന്റെ ചുണ്ടോടടുപ്പിച്ചത് നിനക്കല്ല വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടച്ചോൻ കൊണ്ടുപോവുകയും ചെയ്യും. ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന 100 കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയ ഗോഡൌണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി, വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി. ആ പലചരക്ക് കടയിലെ അരിച്ചാക്കിന്റെ പകുതി എത്തിയപ്പോൾ ഞാൻ എന്റെ ഷീട്ടുമായി ആ കടയിൽ കയറി. ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ 5 കിലോ അരി എന്റെ പത്തായത്തിൽ എന്റെ വീട്ടിൽ എന്റെ വയറിലെത്താൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെത്തും. അത് അള്ളാന്റെ കല. ആന്ധ്രയിൽ കിടക്കുന്ന നെൽമണി ഇന്റെ വയറ്റിൽ കിടക്കണമെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ വയറ്റിൽ തന്നെ കിടക്കും. വർള ബിമാ ഖസമല്ലാഹു ലക, അള്ളാഹു വിധിക്കുന്നത് നമുക്ക് കിട്ടും. നമ്മൾ ബേജാറാവണ്ട, ഒരു സങ്കടവും വേണ്ട. അള്ള വിധിച്ചിട്ടില്ലേ, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടിയില്ല. പക്ഷെ ഈ നാർത്തിയ മനുഷ്യനെ ആർത്തി പിടിച്ചോടുക, ജീവിക്കാൻ പോലും മറന്ന് പൈസന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക. ആയുസ് തീരുന്നവരെ മുതലുണ്ടാക്കും, അവസാനം കുറെ സൂക്കേടുമായി അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങും. മഹാനായ റസൂൽ ചോദിച്ചൊരു ചോദ്യല്ലേ, മാലി വമാലി വഖാല ഇബ്നു ആദം മാലി വമാലി. ആദമിന്റെ മക്കൾ പറയാ, ധനം, പണം, ഇന്നതാ പവറ്. നാട്ടുകാരുടെ മുൻപിൽ പത്രാസ് കാണിക്കാൻ, ഈഗോ കാണിക്കാൻ, പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ മുതല് വേണം. അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് 100 ഉറുപ്പ്യന്റെ താഴെയുള്ള 3 വള്ളത്തുണി, 100 ഉറുപ്പ്യന്റെ താഴെയുള്ള 3 വള്ളത്തുണി. ഇതല്ലാത്ത ഈ ലോകത്ത് നിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല. ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ ഓനെ കടത്തൂല, ഓനേറ്റവും പ്രിയപ്പെട്ട വാച്ചോനെ കൊണ്ട് കെട്ടിക്കൂല, ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേസ്ലെറ്റോ വളകളോ കൈമല് വെക്കൂല. എന്തിന്? മരിച്ചോയ വല്യന്മാരെ ചെവിട്ടിന്റെ ഉള്ളിൽ പറ്റിക്കിടക്കുന്ന ചിറ്റുപോലും മക്കൾ പൊട്ടിച്ചെടുത്തിട്ടേ ആ അമ്മാനെ കബറിന്റെ ഉള്ളിലേക്ക് വെക്കൂ. മാലി വമാലി, ആർത്തിയ മനുഷ്യന്. എന്തൊക്കെ കള്ളത്തരത്തിൽ കൂടി ആ മനുഷ്യന്മാര് പൈസ ഉണ്ടാക്കുന്നത്, വിശ്വാസങ്ങളെ വഞ്ചിക്കുന്നവര്. ഏതൊക്കെ കോലത്തിൽ ഓരോരുത്തർ മുതലുണ്ടാക്കാന്ന് ചിന്തിക്കുക. നെറ്റ് മാർക്കറ്റിംഗ് ഒരു ഭാഗത്ത്, വേറെ ഭാഗത്ത് ഇല്ലാത്ത ബിസിനസിന്റെ പേരിൽ വേറെ അളവിലും തുക്കലും കൃത്രിമം കാണിച്ച്. കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ, 10-17 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഉള്ളത് ഊട്ടിയൊരുക്കി നാട്ടിലൊരു 4 സെന്റ് വാങ്ങി ഭാര്യന്റെയും മക്കളെ ഇതൊക്കെ വിറ്റുപെറുക്കിയിട്ട് അവനൊരു വീട് പണി തുടങ്ങിയതാ. 50 ചാക്ക് സിമന്റ് ആ വീടിനാകെ വേണ്ടുള്ളൂ. 480 സ്ക്വയർ ഫീറ്റിന്റെ വീട്, സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത വീട് വാർപ്പിന്റെ അന്ന് കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു. പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു, കുഴപ്പം കല്ലിനാ. കാരണം ചെങ്കല്ലിന്റെ കനം വീതി 13.5 ഇഞ്ചായിരുന്നു പണ്ട്, ആർത്തിയില്ലാത്ത കാലത്ത്. അവനാന്റെ വീട്ടിന്റെ പറമ്പൊന്ന് വെട്ടുമ്പോ ആർത്തി കൂടി കുഴിന്ന് കുറെ കല്ല് കിട്ടുന്നു തോന്നിയപ്പോ അത് 12.5 ഇഞ്ചാക്കി മാറ്റി ആർത്തിക്കാരൻ. വീണ്ടും ആർത്തിക്കാര് ഒരേ കുളത്തിൽ നിന്ന്, കുഴിയിൽ നിന്ന് 100 കണക്കിന് ലോഡ് ഉണ്ടാക്കാൻ വെപ്രാളപ്പെട്ടോൻ അത് 12 ഇഞ്ചാക്കി. ഈ സാധുവിന് ഇറക്കി കൊടുത്ത് 11.25 ഇഞ്ചിന്റെതാണ്. ചേർന്ന് നിന്നില്ല കല്ല്, പൊളിഞ്ഞു വീണു കല്ല്. 3 പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞതിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോ, ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ആ പൊരന്റെ മുൻപ് കുത്തിരുന്നിട്ട് നെഞ്ചു പൊട്ടുമ്പോ ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണീര് മതി ഇടക്ക് നിന്നോനും വാങ്ങിയോനും പറ്റിച്ചോനും കൂട്ടുനിന്നോനും തിന്നോനും തീറ്റിച്ചോനും അവന്റെ ഹൃദയം ഭസ്മമായി പോകാൻ. ആരാന്റെ സങ്കടപ്പെട്ട ഒരു മുതലിന്റെയും സമ്പത്തിൽ ഉണ്ടാവരുത്. അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും, ചിലർക്ക് അങ്ങനെ ഒരു തോന്നല, കുറെ കള്ളത്തരത്ത് കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാൻ ഒരു ഉംറക്ക് പറഞ്ഞേച്ച പഠിച്ചവൻ അതങ്ങ് കബൂലാക്കുന്നു. അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം. കുറെ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ അത് പള്ളിക്ക് ഒരു 100 ആക്ക് സിമെന്റും എത്തിങ്കാനക്ക് 4 ആക്ക് അല്ലെങ്കിൽ 4 ലോഡ് അരിയൊക്കെ കൊടുത്താ നമ്മളെ ആ ഹറാമ് പഠിച്ചാൻ അങ്ങ് കബൂലാക്കി കളയുന്നു. ഒരാണ് എവിടെ നിന്ന് വന്നോ എങ്ങിട്ട് പോയി അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത് പേടിച്ചതിന്റെ പേരിൽ ആ സഹാബാക്കള് അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, പാപ്പാ ഞാൻ നിങ്ങളെ കരളിന്റെ കഷണല്ലേ, ആ മോളെ എങ്കിൽ എനിക്ക് ബൈത്തുൽ മാലിൽ നിന്നും ഒരു മധുരമുള്ള ഈത്തപ്പ എടുത്തരോ. റസൂലുള്ള പറഞ്ഞു, മോളെ അൻകദി നഫ്സകി മിനന്നാർ, നരകത്ത് നിന്റെ മോളെ കാക്കണം, അതെന്റെ വാപ്പന്റെ മുതലല്ല, ബൈത്തുൽ മാല. കണ്ണീരോട് ആ ഫാത്തിമ ബീവി തിരിച്ചു പോകുമ്പോ റസൂലുള്ള പറഞ്ഞു, മോളെ
എനിക്ക് ഗുണം കിട്ടുന്ന വേറൊന്ന് പറഞ്ഞുതരാ വാപ്പ. എന്താ വാപ്പ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ചൊല്ലിക്കോ, എനിക്ക് ഗുണാണ്. ആ സൂക്ഷ്മതയായിരുന്നു സഹാബാക്കൾ കാണിച്ചത്. ഈ നാർത്തിയ മനുഷ്യന് മുതലുണ്ടാക്കാൻ മതിയാകുന്നില്ല, മരിക്കുന്നവരെ മതിയാകുന്നില്ല. അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കുറെ മുതലൊക്കെ ഉണ്ടാവും. ഇന്ത്യ ഇപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും ആടെ 2 മുറി പീടിയ, പിന്നെ പന്നിയങ്കര ഒരു 10 സെന്റ് സ്ഥലം, പിന്നെ ആ കാളർ റോഡിന്റെ അടുത്തൊരു 3.5 സെന്റ്. ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാവർക്കും. ഈ ദുനിയാവെന്ന് അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ. പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും, മൂത്തോള് M.Tech ആയിരുത്തി, രണ്ടാമത്തോള് MC ആയിരുത്തി, മോൻ പഠിച്ച് പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ മോക്ക 10 A+ കിട്ടിയത്, ഇളയോന്റെ മോളാപ്പ അൽഫിത്തറെ പോയി 10 സൂറത്ത് കാണാണ്ട് ചെല്ലിത്തരുന്ന്. അൽമാലു വൽ ബനൂന സീനത്തൽ ഹയാത്തി ദുനിയ. പലർക്കും പറയാം മക്കളെയും മരിയക്കളെയും പൈസന്റെയും കണക്കേ ഉള്ളൂ റസൂലേ. അവർക്ക് അള്ളാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാണ്. ആളെ പറ്റിച്ചിട്ടും കൊള്ളലാഭെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അത് അള്ളാന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്കുക. ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ഷാദുലിപ്പള്ളിയിൽ ഹുത്തുബ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ കുറെ കട ഉണ്ടായിരുന്നു, ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, 8 കോടി ഉറുപ്പിന്റെ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും, ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ, ഞാൻ അങ്ങോട്ട് പോവുക, നിങ്ങൾ ദുആരിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാവട്ടെ. 3 ആഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു. ഓൻ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രക്ക് റാഹത്തായിരുന്നു, കുഴപ്പങ്ങളൊന്നുമില്ല. ഓന്റെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹദിയ എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ നിങ്ങൾ ദുആൽ എന്നെ ഉൾപ്പെടുത്തും. ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി? ഓൻ പറഞ്ഞു അത് എനിക്ക് പോയി ഉസ്താദേ, എനിക്ക് കിട്ടിയില്ല. ഇതും പറഞ്ഞു ഓനിങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടതെന്നായി പോയി. ഞാൻ അവന്റെ പിന്നെ ചെന്ന് തോളത്ത് ഇങ്ങനെ കൈവച്ചപ്പോ പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല ഉസ്താദ്, എനിക്ക് പടച്ചോൻ 8 കോടിക്ക് പകരം 16 കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ, അതിനാണല്ല ഈ 8 കോടി കളഞ്ഞതെങ്കിലോ, എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട്. ആ ഒരു ഈമാൻ ആലോചിച്ച് നോക്കി നിങ്ങൾ. നമുക്കൊരു 10 ഉറുപ്യ പോയാൽ മതി, പിന്നെ ഒരു 3 ആഴ്ചത്തേക്ക് ഉറക്കുണ്ടാവില്ല, ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാല്. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു പോയാൽ പോലും ഇപ്പൊ മനസ്സിന് ചൊറിച്ചില്ല. ഓലെ 5-6 ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര 20,000 10,000, പിന്നെ അതിന്റെ ബേജാറ് വേറെ. എല്ലാരും അത്തരക്കാര് നല്ലട്ടോ, കുറ്റപ്പെടുത്തല്ല. ഇന്ന് മതിയാവുന്നില്ല മനുഷ്യന്മാർക്ക്. എല്ലാ കാര്യവും 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം. സൗഹൃദങ്ങൾ പോലും ലാഭ, ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല. ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി, അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി. ഇതൊക്കെയപ്പം നാട്ടിൽ നടക്കുന്നത്. സൗഹൃദങ്ങൾ, ഭാര്യന്റെ കുടുംബക്കാരെ, അളിയന്മാരെ, ബന്ധുക്കളെ, മോളവിയാപ്പിളനെ, ഇതൊക്കെ വ്യാപക. എന്തുണ്ട് നിസ്കാരവും നോമ്പുമൊക്കെ എല്ലാവർക്കും ക്ലിയറാണ്. ഭയങ്കര നിസ്കാരവും നോമ്പ്, ഇടക്കിടക്ക് ചിലപ്പോൾ ഉംറക്കും പോകുന്നുണ്ടാവും. നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന ഇബാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല. ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറുപ്പ്യുണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ 1 കോടിയേക്കാളും വിലണ്ട് എന്നാ റസൂലുള്ള പഠിപ്പിച്ച്. 1 ദിർഹം 1,00,000 ദിർഹത്തെ മറികടക്കും. സഹാബാക്കൾ ചോദിച്ചു നബിയെ എങ്ങനെ? ഒരു സാധുവിന് 2 ദിർഹമേ ഉള്ളൂ, ആ 2ഉം ഹലാല, അതിലൊന്നോൻ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു. എന്നാൽ കോടീശ്വരൻ നാട്ടുകാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട്, ഓൻ 1 കോടി ഉറുപ്യ കൊടുത്തു. ഓന്റെ കോടിയേക്കാൾ 1 ദിർഹത്തിനാണ് പടച്ചോന്റെ വില. വർളബിമാ ഖസമല്ലാഹു ലക, പടച്ചോൻ തന്നതിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി. ദുനിയാവ് റാഹത്താ, സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും.